അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷെഫി ഉസ്താദിന് ഗൾഫിലേക്ക് പോകുവാൻ ഇനി വെറും 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുകയാണ്. സീനത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേവലാതിയുണ്ട്. പല നിമിഷങ്ങളിലും ഉസ്താദിന് തോന്നിയിട്ടുണ്ട്, റബ്ബേ, എല്ലാം അഭിനയങ്ങളാണോ? എന്നോടുള്ള ഈ സ്നേഹവും വാത്സല്യവുമെല്ലാം ശരിക്കുമുള്ളത് തന്നെയാണോ എന്ന് വരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അവളുടെ സ്വഭാവവും കാര്യങ്ങളും. എന്നാൽ അധിക സ്ഥലത്തേക്കും ഉമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല. അതെ, ഭാര്യയും ഭർത്താവും നടക്കുമ്പോൾ ഉമ്മാനെങ്ങനെ ആരും ഒപ്പം കൊണ്ടുപോവോ? അവളുടെ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ വേദനിക്കും. പടച്ചോനെ, എനിക്കാണെങ്കിൽ ഉമ്മയില്ലാതെ പറ്റില്ല. പെറ്റുപോറ്റി ഉണ്ടാക്കിയ എൻ്റെ ഉമ്മ പാവം ഉമ്മയെ തനിച്ചാക്കി എങ്ങോട്ടെങ്കിലും പോകുക എന്നൊക്കെ പറയുമ്പോഴേ അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ്, വേദനയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നീറുന്നുണ്ട്. ഒരു ഭാഗത്ത് ഫർസാനെക്കുറിച്ചുള്ള ചിന്തകൾ, റബ്ബേ, ആ പെണ്ണിനെ ആരെക്കൊണ്ടും കെട്ടിക്കാഞ്ഞാൽ മതിയെന്ന് റബ്ബേ. എന്തൊക്കെ തന്നെയാലും രഹസ്യങ്ങളൊക്കെ എന്തൊക്കെയോ ബാക്കിയുണ്ട്, എല്ലാം കണ്ടുപിടിക്കണം. ഒരു പക്ഷേ ഫർസാനയോടത് ചോദിച്ചാൽ അവൾ പറയുമോ ആവോ. എന്തായാലും താൻ പേരിട്ട ആ കുഞ്ഞിൻ്റെ ചിത്രം അവളുടെ ഫോണിൽ കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. അതെ, അതുതന്നെ, ഞാൻ പേരിട്ട ആ കുഞ്ഞ്, അറബിയുടെ കുഞ്ഞ്. എന്നാലും അപ്പോൾ അവിടെയാണോ അവൾ എത്തിപ്പെട്ടത്? റബ്ബേ, ഭാഗ്യവതി തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകളങ്ങനെ വന്നുകൊണ്ടിരുന്നു. നേരെ ഫർസാനെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അത് പാടില്ലല്ലോ, അത് പറ്റില്ലല്ലോ. എന്തൊക്കെയോ അവളോട് ചോദിച്ചു നോക്കണം എന്നുണ്ട്. എന്നാൽ ഈ സമയം അതാ സൈത്തൂൻ ബീവിയുടെ വീട്ടിൽ അറബി കാത്തിരിക്കുകയാണ് അവളെ. സൈത്തൂൻ, ഫർസാന വരാൻ ഇനി എത്ര ദിവസമുണ്ട്? അത് കേട്ടപ്പോൾ സൈത്തൂൻ ബീവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, കൊതിയായല്ലേ? അതെ, 1 മാസമെങ്കിലും അവൾക്ക് കൊടുക്കണം കേട്ടോ. 1 മാസം നിന്നോട്ടെ. ഇപ്പോൾ ഇത് എത്ര ദിവസമായി? അല്ല, ഞാൻ വെറുതെ. എനിക്കറിയാമല്ലോ, എനിക്കറിയാം. ഭാര്യയും ഭർത്താവും ആകുമ്പോഴേ എത്രമാത്രം അവർ സ്നേഹിക്കുന്നുണ്ടാവും. ഇപ്പം ഞാൻ കണ്ടില്ലേ, എനിക്ക് സേഫിനെ പിരിഞ്ഞിരിക്കാൻ കഴിയണില്ലല്ലോ. അതുപോലെ തന്നെയല്ലേ അവൾക്കും എൻ്റെ അതേ സ്ഥാനം തന്നെയല്ലേ അങ്ങയുടെ മനസ്സിൽ? ബീവി, അത് എന്താ ഒരതുമില്ല. എൻ്റെ ബീവിയുടെ സ്ഥാനം എങ്ങനെ എനിക്ക് അവൾക്ക് കൊടുക്കാൻ കഴിയുമോ? സേഫ് ചിന്തിക്കുന്നത് തെറ്റാണ് കേട്ടോ. 2 പേർക്കും ഒരേ സ്ഥാനം കൊടുക്കാൻ കഴിയണം എന്നാണ്. അല്ലാതെ എൻ്റെ പെണ്ണെ, നീയല്ലേ എൻ്റെ ആദ്യത്തെ പെണ്ണ്. വേണ്ട, ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലുള്ള സ്നേഹം മതി. പിന്നെ കുറച്ച് കൂടുതൽ സ്നേഹം അവൾക്ക് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. കാരണം എന്താണോ, ഒരു കുഞ്ഞിനെ ജന്മം നൽകിയ പെൺകുട്ടിയാണവൾ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ കൊടുത്തോളൂ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞ് ഇങ്ങ് എത്തുമല്ലോ. സൈഫിന് അപ്പോഴേക്കും കാണാൻ കൊതിയായി. ഞാൻ വിളിച്ച് പറയട്ടെ? ഞാൻ വിളിച്ച് പറഞ്ഞാൽ വേണ്ട സൈത്തൂൻ, നീ അബദ്ധമൊന്നും കാണിക്കല്ലേ പെണ്ണേ. എന്ത് സൈഫ് അങ്ങനെ പറയുന്നത്? അബദ്ധമോ? അത് അങ്ങയുടെ ഭാര്യയല്ലേ, പിന്നെന്താ? ആയിരിക്കാം, പക്ഷേ അത് അവളെ അവിടെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു പോരാൻ കാരണമാക്കും. ഏയ് ഇല്ല, കുഞ്ഞിനെ വരെ അവൾ എൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. അപ്പോൾ അത് ഞാൻ വെറുതെ പറഞ്ഞതാടേ. സത്യം പറഞ്ഞാൽ അറബിയുടെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള ചിന്തകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, തനിക്കൊരു കുഞ്ഞ്, അതെ, ഫർസാന ഈ കുഞ്ഞിനെ പ്രസവിച്ചുവെങ്കിൽ തനിക്കും ഒരു കുഞ്ഞിനെ വേണം. അതെ, എൻ്റേതായുള്ള ഒരു കുഞ്ഞിനെ. ഇതെൻ്റെ കുഞ്ഞെന്നാണ്, പക്ഷേ എങ്കിലും എനിക്ക് പടച്ചോനെ അതിനുള്ള കഴിവ് റബ്ബ് എനിക്ക് തന്നിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ. അറബിയുടെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഫർസാനയെ പെട്ടെന്ന് തന്നെ നിക്കാഹ് കഴിക്കണം, അവളുടെ കൂടെ ജീവിക്കണം. അതെ, എൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളുണ്ടാകണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹ് പടച്ചോനെ, എല്ലാ കാര്യങ്ങളും അറിയുന്ന സൈഫ് അറബി, ഇവർ 2 പേരുടെയും രഹസ്യങ്ങൾ ഇവർക്ക് 2 പേർക്കും
പിന്നെ പടച്ച റബ്ബിനും മാത്രമേ അറിയുന്നുള്ളൂ. ഷെഫി ഉസ്താദിനോ ഫർസാനയുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ജെയ്ത്തൂൻ ബീവിക്കോ അറിയുന്നില്ല വളരെയധികം പരമരഹസ്യമായ ആ ഒരു സത്യം. ശരിക്കും ജെയ്ത്തൂൻ ബീവിയുടെ നിർബന്ധപ്രകാരം ഫർസാനയെ വിവാഹം കഴിക്കുവാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ഫർസാന എല്ലാ സത്യങ്ങളും അറബിയോട് തുറന്നു പറഞ്ഞത്. അർബ, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാൻ ഗർഭിണിയാണ്. അതുകൊണ്ട് അത് കേട്ടപ്പോഴായിരുന്നു ശരിക്കും അറബി ഞെട്ടിത്തിരിച്ചത്. ആദ്യമൊക്കെ മനസ്സുകൊണ്ട് അല്പം വെറുപ്പൊന്ന് തോന്നിയെങ്കിലും പിന്നീട് ദയ തോന്നുകയായിരുന്നു. അത് എൻ്റെ ഭാര്യയുടെ സന്തോഷം, അതായിരുന്നു അറബിയുടെ ലക്ഷ്യം. എന്നാൽ പ്രസവമെല്ലാം കഴിഞ്ഞു റാഹത്തായപ്പോൾ അറബിക്ക് കൂടുതൽ ഫർസാനയോട് സ്നേഹം തോന്നി തുടങ്ങി. അവളുടെ ആ മനോഹരമായ മേനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അവളുടെ സൗന്ദര്യം പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അറബിയുടെ മനസ്സിലും വല്ലാത്ത ആഗ്രഹം ജനിച്ചു തുടങ്ങി. എന്നാൽ ഇപ്പോഴതാ തീരുമാനിക്കുന്നു പെട്ടെന്ന് തന്നെ എല്ലാം വേണമെന്ന്. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ വീട്ടിൽ പോകുവാനുള്ള ഒരുക്കങ്ങളാണ്. 3 ദിവസം മാത്രമാണ് ബാക്കി. അറിയുന്നില്ല, മനസ്സിനുള്ള വല്ലാതെ വേദനിക്കുന്നു. എന്താണെന്നറിയില്ല, വിചാരിച്ച രീതിയിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. സീനത്തിപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു തോന്നൽ, എന്തൊക്കെയോ ഒരു വിഷമങ്ങൾ വരികയാണ്. റബ്ബേ, മോനെ, ഉമ്മ വിളിക്കുന്നു. മോനെ, ഉമ്മാൻ്റെ കുട്ടി പോവുകയാണല്ലേ, ഇനി 3 ദിവസമല്ലേ ഉള്ളൂ, പോയിക്കോലിട്ടോ ഉമ്മ. മോനെ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നല്ല രീതിയിൽ റാഹത്തായിട്ട് പോയിട്ട് ജോലി ചെയ്യും. എന്നാലും അവർ ലീവൊക്കെ തന്ന് പറഞ്ഞയച്ചതല്ലേ, നല്ല ആളുകളല്ലേ. ഉമ്മാൻ്റെ കുട്ടി വെറുപ്പിക്കാതെ നല്ല രീതിയിൽ നിന്നോളി. കാരണം അവർ വിളിച്ചിരുന്നു പറഞ്ഞിരുന്നല്ലോ അല്ലേ? അതെ ഉമ്മ, ഇന്നലെയും വിളിച്ചിരുന്നു. എൻ്റെ അറബി എന്നോട് പറഞ്ഞു. ഹലോ ഷഫീഖ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അർബ, വൈകരുത് കേട്ടോ, 4 ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ട് വരണം. ടിക്കറ്റും ഒക്കെ ഞാൻ എടുത്തു തരാം, അതൊന്നും വിഷയമേ അല്ല. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ മോൾക്ക് സ്കൂൾ തുറന്നിട്ടില്ല, പക്ഷേ അതിനു മുമ്പായിട്ട് മോൾക്ക് എന്തൊക്കെയോ കൂടുതലായിട്ട് പഠിക്കണം, അറിവ് നേടണം എന്നുള്ള ചിന്തയാണ്. എങ്ങനെയൊക്കെയോ 1 മാസത്തിനടുത്ത് തള്ളി നീക്കി എന്ന് തന്നെ പറയാം. അപ്പോൾ പിന്നെ ഇൻഷാ അല്ലാ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ വേഗം വരണം കേട്ടോ. അറബിയുടെ ആ ഒരു വാക്കുകൾ, അതുകൊണ്ട് തന്നെ 1 ദിവസം പോലും നീട്ടുന്നത് ശരിയല്ല എന്ന് ഷെഫി ഉസ്താദും മനസ്സിലാക്കുന്നു. എന്നാൽ അത് കേട്ടപ്പോൾ സീനത്ത്, ഇക്ക പോവാണല്ലേ, അല്ലെങ്കിലും ഇവിടെ നിന്നിട്ട് എന്താക്കാനാ, പോയിക്കോളേ, പോയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടണ്ടേ നമുക്ക്. എന്തായാലും നിങ്ങൾ പോയിട്ട് വരി. സാധാരണ രീതിയിൽ ഭർത്താക്കന്മാർ പോകുമ്പോൾ വളരെയധികം വിഷമമായിരിക്കും, പക്ഷേ സീനത്തിന് ആ ഒരു വിഷമം കാണുന്നില്ല. ഷെഫി ഉസ്താദ് അത് ശ്രദ്ധിച്ചു. എങ്കിലും അവൾ പറഞ്ഞു, ഇക്ക പോയി കഴിഞ്ഞാൽ സീനത്തെ നീ വിഷമിക്കല്ലേ, വേണ്ടതെല്ലാം ചെയ്യണം. നീ പഠിക്കുകയാണെന്ന് പറഞ്ഞല്ലോ, അതെല്ലാം കംപ്ലീറ്റ് ആക്കണം. ഇക്ക, എനിക്ക് ഡ്രൈവിങ് പഠിക്കണം. ഡ്രൈവിങ്ങോ? അതിനെന്താ, എനിക്ക് സ്കൂട്ടി ബാലൻസ് ഒക്കെ ഉണ്ടല്ലോ. എനിക്ക് കാറ് പഠിക്കണം, ബൈക്ക് പഠിക്കണം. എന്നിട്ട് ആയിക്കോട്ടെ, എന്നാൽ എന്നെ നാളെ തന്നെ കൊണ്ടുപോയി ചേർക്കണം. ഷെഫി ഉസ്താദ്, 1 നിമിഷം, ഞാൻ ഉമ്മയോടൊന്ന്. ഓ, അതൊക്കെ എന്തിനാ ഉമ്മയോട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? ഉമ്മയോടൊന്നും ചോദിക്കണ്ട, നാളെ രാവിലെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകാം. മനമില്ലാ മനസ്സോടു കൂടിയായിരുന്നു ഷെഫി ഉസ്താദ് അതിന് സമ്മതം മൂളിയത്. ഷെഫി ഉസ്താദ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ആ മോനെ, സീനത്തിന് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറയുന്നുണ്ട്, ഞാൻ എന്തമ്മ ചെയ്യേണ്ടത്? മോനെ, നമ്മളിപ്പോൾ അത് എതിർത്താലും ഓള് അത് നേടിയെടുക്കും. ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല, ഓളിഷ്ടം പോലെ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകണമെന്നുണ്ടെങ്കിൽ ബൈക്കൊക്കെ പഠിച്ചാലും ഒരു കാര്യം തന്നെയല്ലേ. ആ ഉമ്മ, ആയിക്കോട്ടെ. അങ്ങനെ അതാ സീനത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഷെഫി ഉസ്താദ് അവളെ ഡ്രൈവിംഗ് സ്കൂളിലും ചേർക്കുന്നു. ഡ്രൈവിംഗ് സ്കൂളിൽ ചേർത്ത് തിരിച്ചു പോരുമ്പോൾ അവൾക്ക് അവിടെ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിച്ചു. പിന്നെ ഡേറ്റ് കിട്ടണം, അതിനു മുമ്പ് ലേണിങ്ങിന് ഡേറ്റ് കിട്ടണം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ലേറ്റാവും.
അതെന്താ സർ കുറച്ച് പെട്ടെന്നാക്കിക്കൂടെ? ഏയ് പെട്ടെന്നൊന്നും പറ്റില്ല, ഒരുപാട് ആളുകൾ ഇവിടെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്, ഡേറ്റ് കിട്ടാൻ പ്രയാസമാണ്, അതുകൊണ്ടാണ്. ആ ഓക്കെ. ഷെഫി ഉസ്താദ് അവളെയും ചേർത്ത് തിരിച്ചു വന്നു. വഴിയരികിൽ കാണുന്ന മനോഹരമായ ഡ്രസ്സ് അത് കാണുമ്പോൾ, ഇക്ക കണ്ടില്ലേ നല്ല ഡ്രസ്സ്. സീനത്തെ നീ പർദ്ദയല്ല ധരിക്കാറുള്ളത്? പർദ്ദയൊക്കെ തന്നെയാണ്, പക്ഷേ എങ്കിലും ചില സമയത്ത് നല്ല അടിപൊളി ചുരിദാറുകളതാ, രണ്ടെണ്ണം എടുത്തോട്ടെ. സീനത്തെ അത് നീ ചുരിദാറിട്ട് എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടും അല്ല, എന്നാലിപ്പോൾ ഇത് പർദ്ദൻ്റെ അടിയിൽ ഇട്ടുകൂടെ? എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവൾ അത് നിർബന്ധിക്കുന്നു. ഷെഫി ഉസ്താദ് ആ എന്നെ എടുത്തോ എന്ന് പറഞ്ഞ് അവൾക്ക് ഇഷ്ടപ്പെട്ട 2 ഡ്രസ്സുകളാണ് അവൾ എടുത്തത്. സീനത്തെ എന്ന് ഉമ്മാക്കും ഒന്ന് എടുക്കുക, ഉമ്മാക്ക് എന്താ മാക്സിയോ പർദ്ദോ എന്താ വെച്ചാൽ നോക്ക്. ഉമ്മാക്ക് അവിടെ 100 കണക്കിനുണ്ട്. ഇന്നാൾ നിങ്ങൾ കൊണ്ടുവന്ന പർദ്ദ തന്നെ ഉണ്ട് അവിടെ കെട്ടിക്കിടക്കണേ. പിന്നെ മാക്സി ഉമ്മാക്കൊക്കെ ഇപ്പം എന്തിനാ മാക്സി? അവിടെ വീട്ടിലിങ്ങനെ നിൽക്കുമ്പോഴേ അത് എന്തപ്പോൾ ആര് കാണാനാ? ഉമ്മാക്ക് ഉപ്പ കൂടില്ലല്ലോ. അത് കേട്ടപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. സീനത്തെ നീ പറഞ്ഞത് ഒട്ടും ശരിയായില്ല കേട്ടോ. അപ്പോൾ തന്നെ ഷെഫി ഉസ്താദ് ടെക്സ്റ്റൈൽസിലേക്ക് കയറി ഷെഫി ഉസ്താദിൻ്റെ ഇഷ്ടത്തിന് തന്നെ ഉമ്മാക്കുള്ള മാക്സിയും ഷാളും ഒക്കെ വാങ്ങുന്നു. അവൾ അപ്പോഴേക്കും മുഖം കൂർപ്പിച്ചു. എത്ര തള്ളക്ക് ഉണ്ടായാലും മതിയാവില്ല. സീനത്തെ മിണ്ടാതിരിക്കെ, നീ പറയുന്നത് അല്പം കൂടി പോകുന്നുണ്ട്. നിൻ്റെ സ്വഭാവം ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് വിചാരിച്ച് ഞാൻ കുറേ കാത്തിരുന്നു. പക്ഷെ ഇതിനിടയ്ക്കിപ്പോൾ അത് ഇല്ലായിരുന്നല്ലോ, ഇപ്പോൾ പിന്നെയും തുടങ്ങിയോ? അല്ലേ നിങ്ങളെ കാട്ടിക്കൂട്ടിലാണ്. എൻ്റെ പോലെ വാലിക്കാരത്താണോ നിങ്ങളമ്മ? എപ്പോഴും പുതിയ മാക്സിയും തട്ടൊക്കെ ഇട്ട് നടക്കാനൊക്കെ എന്നിട്ട് ചുരിദാർ വാങ്ങിക്കൊടുത്താളെ. കളിയാക്കുന്ന രീതിയിൽ അവളത് പറഞ്ഞു. അതിനെന്താ, അവിടെ ഗൾഫിലൊക്കെ വയസ്സായ അറബിച്ചുകളൊക്കെ ഇടാറുണ്ട് പർദ്ദയുടെ ചോട്ടിൽ അങ്ങനത്തെ ചുരിദാറൊക്കെ. അതിനെന്താ നിനക്ക്? ഓ അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചേക്കണല്ലേ? വീണ്ടും സീനത്തിൻ്റെ ആ ഒരു കുത്തിക്കൊണ്ടുള്ള ചോദ്യം. സീനത്തെ അല്പം മാന്യമായിട്ട് സംസാരിച്ചൂടെ നിനക്ക്? പിന്നെ ഞാനും സംസാരിച്ചത് നിങ്ങൾ പറഞ്ഞതോ? നിങ്ങൾ പറഞ്ഞ തെറ്റൊന്നുമില്ല. അതെ, ഞാനില്ലാത്തപ്പോഴും നീ പർദ്ദ ധരിച്ച് പുറത്തിറങ്ങിയാൽ മതിട്ടോ, എനിക്കതാണ് ഇഷ്ടം. എന്താ നിക്കാബ് ധരിക്കാൻ ഞാൻ നിർബന്ധിക്കണില്ല, കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ മുഖം മറക്കൽ അത്ര നിർബന്ധമല്ല എങ്കിലും എനിക്കിഷ്ടം മുഖം മറക്കുന്നത് തന്നെയാണ്. പക്ഷെ നിനക്കത് സാധിക്കില്ലല്ലോ അല്ലേ? ഓ പർദ്ദ തന്നെ ഒഴിവാക്കാൻ നിൽക്കണം, അപ്പോഴാണ് നിക്കാബ്. നിങ്ങളത് പോകുന്നുണ്ടോ? അവളുടെ മനസ്സിൽ അതാണ് വന്നത്. പക്ഷേ അവളത് പുറത്തേക്ക് പറഞ്ഞില്ല. ആ ഇക്ക ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൾ മൂളുകയായിരുന്നു. കാരണം ഈ ഒരു സമയത്ത് തെറ്റി നിന്നാൽ അത് ശരിയാവില്ല. ആകെ 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ അവർ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഷെജിലെ കണ്ണിൽപ്പെട്ടത്. ഉസ്താദിനെയാണ് കണ്ടത്. ഉസ്താദായിരുന്നു ആ ഭാഗത്ത്. ആ ഉസ്താദേ, അസ്സലാമു അലൈക്കും. ഒരു നിമിഷം ഷെജിലിനെ കണ്ട ഉസ്താദ് ഒന്ന് ഞെട്ടിപ്പോയി. ആ ഇത് ഷെജിൽ. ആ ഉസ്താദേ, എൻ്റെ ഭാഗത്ത് അറിയാതെ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണം. എനിക്ക് അങ്ങേ കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. ഷെജിൽ സാരല്ല, പടച്ചറബായിട്ട് നിനക്ക് നല്ല മനസ്സ് വന്നല്ലോ. ഇനി അങ്ങനത്തെ ചതികളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. ഒരിക്കൽ പോലും തൻ്റെ ഭാര്യയും ഷെജിലും തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഷെജിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും ഷെഫി ഉസ്താദിനെ അറിയുന്നില്ലായിരുന്നു. ഒന്നും പറഞ്ഞതുമില്ല. കാരണം വെറുതെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എന്നാണെന്നാണ് അവൾ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും അദ്ദേഹത്തിന് വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. ഷെജിലെ പറയുന്നു, ഉസ്താദേ അറിയാതെ തെറ്റുപറ്റി പോയതാണ് കേട്ടോ, അത് നമുക്കിപ്പോൾ അറിയില്ലല്ലോ, അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാ നിങ്ങൾ നല്ല രീതിയിൽ നന്നായി നടക്കാൻ നോക്കി. അല്ലാതെ തെറ്റുകളെ കൊണ്ട് നടന്നാലേ നമുക്ക് ഈ ലോകം മാത്രമല്ലല്ലോ പരലോകം ഉണ്ടല്ലോ. ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ ഷെജിലിൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് കടന്നു. എന്ന് മാത്രമല്ല, റബ്ബേ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഷെജിലുമായി യാതൊരു ബന്ധവുമില്ല അവൾക്ക്. അതിനിടയ്ക്ക് മറ്റൊരാളുമായുമാണ് ഇപ്പോഴുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അവൾക്കൊന്നല്ലെങ്കിൽ ഒരാൾ അത് നിർബന്ധമാണെന്ന് തോന്നുന്നു. എന്തൊക്കെ തന്നെയായാലും ഷെജിൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്തൊക്കെ തന്നെയായാലും 2 ദിവസം കഴിഞ്ഞാൽ ഷെഫി ഉസ്താദ് പറക്കുകയാണ്. മോനെ, ഉമ്മ വിളിക്കുന്നു. ഉസ്താദിനോട് പറഞ്ഞോ? ഇല്ലുമ്മ, എന്നാൽ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ.
ആ ആയിക്കോട്ടെ മോനെ. നേരെ ഷെഫി ഉസ്താദ് തൻ്റെ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ഉസ്താദേ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മോനെ ഇരിക്ക്. അല്ല മോന് പോകാനായിരുന്നോ? ആ ഞാൻ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം പോകും. എന്താ മോന് വല്ലാതിരിക്കുന്നു? ഉസ്താദേ ഞങ്ങളോടൊരു കാര്യം പറയാനാണ് വന്നത്. എന്താ മോനെ? മോളെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നല്ലോണം നോക്കിയും കണ്ടും അന്വേഷിച്ചും കെട്ടിക്കണം കേട്ടോ. ഇപ്പോഴത്തെ കാലമാണ്, ഒന്നിനും മടിക്കാത്തതാണ്. നല്ല രീതിയിൽ റാഹത്തുള്ളിടത്തേക്ക് കെട്ടിച്ചാൽ മതി. അതിപ്പോഴൊന്നും വേണ്ട. അവൾ ഗൾഫിൽ പോയിട്ട് ഒന്ന് വരട്ടെ. ഉസ്താദിനെ നിരുത്സാഹപ്പെടുത്തില്ല, അതായിരിക്കും എപ്പോഴും നല്ലത്. ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഉസ്താദ് ഒന്ന് തേങ്ങി. ഉസ്താദേ നിങ്ങൾ എന്തിനാ കരയുന്നത്? മോനെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നടാ എൻ്റെ കുട്ടീൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ. സാരല്ല, പഠിച്ചവൻ്റെ വിധിയല്ലേ കൂട്ടിയാൽ മതി. ഉസ്താദേ സാരല്ല, അള്ളാഹു അല്ലേ എല്ലാം തീരുമാനിക്കുന്നത്, അതുപോലെ നടക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ കഴിയുള്ളൂ. ഇനി അതിൻ്റെ പേര് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഷെഫി ഉസ്താദിനെ ഫർസാനയെ ഒന്ന് നേരിട്ട് കാണണം, ഒന്ന് നല്ല രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അത് മോശമല്ലേ? ഒന്നുമില്ലെങ്കിൽ എൻ്റെ ഉസ്താദിൻ്റെ മോളല്ലേ. പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ളത് മറ്റു പലതുമാണ്. ഇനിയിപ്പോൾ ഫോൺ വഴിയുള്ള ചാറ്റിങ്ങും കോളിങ്ങും അതെങ്ങാനും കണ്ട് സീനത്തെങ്ങാനും കണ്ടാൽ പിന്നെ നിൽക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്. ഉസ്താദേ അവന് ഭയമായിരുന്നു ഉസ്താദിനെ അങ്ങനെ വിളിക്കാൻ. ഉസ്താദിനെ ഒന്ന് വിളിച്ചിട്ട് മകളോട് ഒന്ന് അത്യാവശ്യ കാര്യമൊന്ന് സംസാരിക്കുവാൻ എനിക്ക് അനുവാദം തരുമോ എന്ന് ചോദിക്കുവാനായിരുന്നു ഷെഫി ഉസ്താദിനെ വിളിച്ചത്. ഉസ്താദേ ആ എന്താ ഷെഫി, നീ വിളിച്ചില്ല 2 പ്രാവശ്യം. എന്ത് പറ്റി? നിനക്ക് എന്ത് വേണമെങ്കിലും ആവശ്യപ്പെടാട്ടോ. ഉസ്താദേ എനിക്ക് പറഞ്ഞോളൂ. എനിക്കൊന്നും ആവശ്യമില്ല, പക്ഷേ എനിക്ക് 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് ഒരിടം തരുമോ? ഷെഫി ഉസ്താദ് നോക്കി. മോൻ എന്താ ഉദ്ദേശിക്കുന്നത്? ആരോട് സംസാരിക്കാൻ? ശരിക്കും ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി. റബ്ബേ, ഉസ്താദിൻ്റെ മകളോട് സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതൊരു ചമ്മലായി പോവോ റബ്ബേ? വേണ്ടില്ലായിരുന്നു. ഷെഫി ഉസ്താദ് അവിടെ നിന്ന് എഴുന്നേറ്റു. ഉസ്താദേ എന്നാൽ ഞാനിറങ്ങട്ടെ. അപ്പോൾ മോനെ നിനക്കൊന്നും ചോദിക്കാനും പറയാനൊന്നുമില്ലേ? ഉസ്താദേ അത് സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകളായിരുന്നു. അതെ, ഫർസാനയോട് ചോദിക്കണം. നൂറുദ്ദീൻ അതാരുടെ മോനാണ്? അതിൻ്റെ ഫോട്ടോ മോൾക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതെല്ലാം ചോദിക്കണം. അതെല്ലാം കണ്ടറിയണം. ഫർസാനയെ 2 മിനിറ്റെങ്കിലും ഒന്ന് സംസാരിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. ഒന്നിനുമല്ല, തെറ്റായ രീതിയിൽ ഒന്നിനുമല്ല. ഷെഫി ഉസ്താദിന് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ്. ഫർസാനയുടെ ഉപ്പ ഷെഫി ഉസ്താദിന് അതിന് അനുവാദം കൊടുക്കുമോ ഇല്ലയോ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.